എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡിജിറ്റൽ നോമാഡ് വിസയെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചിരുന്നു, ഈ വിസ വെച്ചിട്ട് ഇവിടെ ഈസി ആയിട്ട് ഇമിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, ആർക്കൊക്കെ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എന്താണ് കണ്ടീഷൻ ഉള്ളത്, വന്നു കഴിഞ്ഞാൽ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡിജിറ്റൽ നോമാഡ് വിസയെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ അടുത്തിടയ്ക്ക് കാനഡ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വിസയാണ് ഡിജിറ്റൽ നോമാഡ് വിസ. അപ്പം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ വിസ എന്നുള്ളത്, എന്താണ് കണ്ടീഷൻ എന്നുള്ളത്, വന്നാൽ ജോലി കിട്ടുമോ, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സമയം കളയണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡിജിറ്റൽ നോമാഡ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു വിസിറ്റിംഗ് വിസ പോലെ തന്നെയാണ് ഈ ഡിജിറ്റൽ നോമാഡ് വിസ. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇവിടെ കാനഡയ്ക്ക് ഉള്ളിലത്തെ ഉള്ള ജോലിയിലല്ല നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ എവിടെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ഈ വിസയിൽ വന്നാലും? ഇതിപ്പോൾ നമ്മൾ വിസിറ്റിംഗ് വിസ ഉണ്ടല്ലോ, 6 മാസത്തേക്ക് നമ്മൾ വിസിറ്റിംഗ് വിസ കാനഡയിലേക്ക് എടുത്തു, ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് വിസിറ്റിംഗ് വിസ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ജോബ് തേടി കണ്ടുപിടിക്കാം. വർക്ക് പെർമിറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റിംഗ് വിസയിലെ വാലിഡിറ്റി കഴിയുമ്പോഴത്തേക്കും തിരിച്ച് നിങ്ങൾ ഏത് രാജ്യത്തേക്കാണോ പോകേണ്ടത് ആ രാജ്യത്തേക്ക് റിട്ടേൺ പോകണം. ലൈക്ക് ഒരു ടൂറിസ്റ്റ് വിസ പോലെ, അതായത് ജസ്റ്റ് കാനഡ വന്ന് വിസിറ്റ് ചെയ്യുന്നത് പോലെ, അതേ കണ്ടീഷനാണ് ഈ ഡിജിറ്റൽ നോമാഡ് വിസ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ കാനഡയുടെ ഉള്ളിൽ ഉള്ള കമ്പനീസിലല്ല വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, റിമോട്ടായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ഇന്ത്യയിലുള്ള ഒരാളാണ്, ഇപ്പം ഇന്ത്യയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി നിങ്ങൾക്ക് റിമോട്ടായിട്ട് നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള കണ്ടീഷനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ നോമാഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്ന് കൊണ്ടിട്ട്, അതായത് ഇവിടെ ജസ്റ്റ് വിസിറ്റിംഗ് വിസ പോലെ തന്നെ ഈ ഡിജിറ്റൽ നോമാഡ് വിസയിൽ വന്നിട്ട് ഇവിടെ ഇരുന്ന് കൊണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ത്യയിൽ ഏത് കമ്പനിയാണോ ആ കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഈ ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് സ്വന്തമായിട്ടും വർക്കൊക്കെ എടുത്തിട്ട് അതായത് നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ്, അതായത് നമുക്ക് വർക്ക് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ടൈമോ കൺട്രിയോ ഒന്നും പ്രശ്നമില്ലാണ്ട് ചെയ്ത് കൊടുക്കുന്ന, റിമോട്ടായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഫ്രീലാൻസിങ് ജോബ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ ഇപ്പം കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ കമ്പനി ഈ ഒരു കുറേ കണ്ടീഷൻസിനെ അക്സെപ്റ്റ് ചെയ്യണം. അതായത് ഇപ്പം ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് മൂവ് ആകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ടൈം സോൺ നല്ല വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളുടെ കമ്പനി ഈ ഡിഫറെൻറ്റ് ടൈം സോണിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. ഇപ്പം ചില കമ്പനീസ് അത് സമ്മതിക്കത്തില്ല. ചില കമ്പനീസ് ആണെങ്കിൽ നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയുള്ള കൺട്രി വിട്ടിട്ട് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. ഇവിടെ കാനഡയിലും അങ്ങനെയാണ്, ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും അങ്ങനെയാണ്. അതായത് കാനഡ വിട്ടിട്ട് പുറത്ത് പോയിട്ട് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. പിന്നെ ചില കമ്പനീസ് എന്ന് പറഞ്ഞാൽ സെയിം ടൈം സോൺ ആണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ കാനഡ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈം സോൺ ആണ്. അപ്പം അതുകൊണ്ടിട്ട് കമ്പനീസ് അനുവദിക്കണം ഫുള്ളായിട്ട് റിമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കമ്പനീസൊക്കെ ഇപ്പോൾ റിമോട്ട് ജോബ് ആണെങ്കിൽ കൂടി വീക്കിലി ടോയ്സോ അല്ലെങ്കിൽ വീക്കിലി വൺസോ ഒക്കെ കമ്പനിയിൽ പോകണം. അപ്പം അവർ സമ്മതിക്കണം. ഇപ്പം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാനഡയിലേക്ക് ഡിജിറ്റൽ നോമാഡ് വിസയിൽ വരികയാണെങ്കിൽ കമ്പനീസിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ മോസ്റ്റ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഡിജിറ്റൽ നോമാഡ് വിസയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിലെ കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾ, ആ കറൻസി ആയിരിക്കും നിങ്ങൾ ഏൺ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ കാനഡയിൽ ഈ ഡിജിറ്റൽ നോമാഡ് വിസയിൽ വന്നിട്ട് ഇന്ത്യൻ കമ്പനിക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ INR-ലായിരിക്കും എമൗണ്ട്, അതായത് സാലറി ഏൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നത്. പിന്നെ ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ പോലെ തന്നെയാണ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ കുറേ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് റിട്ടേൺ പോകും എന്നുള്ള SOP-ലൊക്കെ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രൂവ് ചെയ്യുമല്ലോ. നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, ഇന്ത്യയിൽ കുറേ വസ്തു ഉണ്ട്, കുറേ എമൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ കാണിക്കുമല്ലോ. അതുപോലെ തന്നെ ഇത് കാണിക്കണം. കാരണം അതായത് ഗവൺമെൻറ്റിന് അപ്രൂവ് ആവണം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യില്ല, നിങ്ങളുടെ 6 മന്ത്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ റിട്ടേൺ പോകണം, നിങ്ങൾക്ക് അവിടെ നല്ലൊരു ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സേവിങ്സ് ഒക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക്
ലീവ് ചെയ്യാനുള്ള എക്സ്പെൻസും മീറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണിക്കണം. കാരണം നിങ്ങൾ ഏൺ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നെങ്കിൽ നിങ്ങൾ INR-ലായിരിക്കും സാലറി ഉണ്ടാവുന്നത്. പക്ഷെ ആ ഒരു മന്ത്ലി സാലറി വെച്ചിട്ട് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റിൽ കുറേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, എമൗണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണിക്കണം. ഇപ്പോൾ ഈ ഗവൺമെന്റ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ടൂറിസം കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിസാസിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഈ കൺട്രിയിലേക്ക് വരികയും ടൂറിസം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതുവഴി ഗവൺമെന്റിന് കുറച്ചും കൂടി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം വിസിറ്റിംഗ് വിസ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷേ വിസിറ്റിംഗ് വിസ പോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസയുടെ ഒരു കണ്ടീഷൻ പറയും. ഇപ്പം നിങ്ങൾ ഇവിടെ വന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ വേറൊരു കൺട്രിയിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്, റിമോട്ടായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഇവിടെയൊക്കെ ട്രൈ ചെയ്ത് നിങ്ങൾക്കൊരു വാലിഡേറ്റ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പോസിറ്റീവ് LMA ഒക്കെ കിട്ടുവാണെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പ്രോസസ്സ് തന്നെ. അതായത് വിസിറ്റിംഗ് വിസ ടു വർക്ക് പെർമിറ്റ് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് PR ടു സിറ്റിസൺ, ആ ഒരു പ്രോസസ്സ് നോർമൽ ഒരു കണ്ടീഷനാണ്. ഈ ഡിജിറ്റൽ നോമഡ് വിസയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാനഡയ്ക്കുള്ളിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കനേഡിയൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിൽ ജോബ് ഓഫറായിട്ടോ വർക്ക് പെർമിറ്റോ അങ്ങനെ എല്ലാം ഈ രീതിയിലോ ഒന്നും തന്നെ സ്പെഷ്യലായിട്ട് കിട്ടത്തില്ല. ഇത് ജസ്റ്റ് ലൈക്ക് എ വിസിറ്റിംഗ് വിസയാണ്. 6 മന്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നോട്ട് ഇൻ കാനഡ, നിങ്ങൾ ഏത് കൺട്രിയിലത്തേക്കാണോ നിങ്ങൾക്ക് ജോബ് ഉള്ളത് ആ കൺട്രിയിലത്തേക്ക് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ കേസ് ആ ഒരു കമ്പനി ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്യുവാണെങ്കിൽ മാത്രം പറ്റും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ 1-2 ആൾക്കാർ ചോദിച്ചു, ഈ ഡിജിറ്റൽ നോമഡ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ പാത്വേ ആണോ, അതായത് വിസിറ്റിംഗ് വിസ പോലെ തന്നെ ആണോ ഇത്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈസി ആയിട്ട്, അതായത് വിസിറ്റിംഗ് വിസ ടു വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാളും ഈസിയാണോ ഡിജിറ്റൽ നോമഡ് വിസ ടു വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? പക്ഷേ ഒരു ചേഞ്ചസും ഇല്ല. വിസിറ്റിംഗ് വിസ ടു നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടിയിട്ട് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റുന്നത് പോലെ തന്നെയാണ് ഡിജിറ്റൽ നോമഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടുവാണെങ്കിൽ ചെയ്യുന്നത്. ഡിഫറൻസ് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പം 1-2 ടോപ്പിക്ക് നമുക്ക് വീഡിയോയുടെ ഇടയിൽ കമന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഷുവറായിട്ട് എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ്, നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടിന് ഞാൻ എന്തായാലും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും ആ വീഡിയോസ്. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ മെൻഷൻ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അത് മെൻഷൻ ചെയ്യും. കാരണം വേറെയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുമല്ലോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.